ഹായ് ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല കിഡിലൻ ടേസ്റ്റുള്ള ലേസ് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ നമുക്ക് നോക്കാം ഈ വെറൈറ്റി ചിക്കൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. നമ്മുടെ വെറൈറ്റി ടേസ്റ്റുള്ള ലേസ് ചിക്കൻ ഫ്രൈ തയ്യാറാക്കിയെടുക്കാൻ വേണ്ടി നമ്മളിവിടെ ഏകദേശം 1 കിലോ വരുന്ന ചിക്കൻ ബ്രസ്റ്റ് വലിയ വലിയ പീസുകളായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ചിക്കൻ ബ്രസ്റ്റ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധവുമില്ല. മുഴുവൻ ചിക്കനാണ് കയ്യിലുള്ളതെങ്കിൽ വലിയ വലിയ പീസുകളായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുത്താലും മതി. ചിക്കൻ ബ്രസ്റ്റ് നമ്മൾ നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷം വെള്ളമെല്ലാം നന്നായിട്ട് ഡ്രെയിൻ ചെയ്ത് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ മുഴുവനായിട്ടുമുള്ള കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. ചിക്കനിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് 1/4 ഗ്ലാസ് അളവിലുള്ള വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വെള്ളത്തിൻ്റെ അളവ് കൂടി പോവാതെ ശ്രദ്ധിക്കുക. വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ചിക്കൻ നമ്മളിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് കുക്കർ അടച്ച് വെച്ച് ഫ്ലെയിം ഓൺ ചെയ്ത് 1 വിസിൽ വരുന്നത് വരെ വെയിറ്റ് ചെയ്യാം. 1 വിസിൽ വന്നതിന് ശേഷം സ്റ്റീം എല്ലാം പോയിട്ട് നമ്മുടെ ചിക്കൻ പീസസ് കുക്കറിൽ നിന്നും മറ്റൊരു ബൗളിലേക്ക് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ചിക്കൻ ഒന്ന് മാറിനേറ്റ് ചെയ്യാം. ഇതിലേക്ക് നമുക്ക് 1 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുമുള്ള കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. കാശ്മീരി ചില്ലി പൗഡർ കയ്യിലുണ്ടെങ്കിൽ അത് തന്നെ യൂസ് ചെയ്യുക. അതല്ലെങ്കിൽ സാധാരണ മുളക് പൊടി എരിവിനനുസരിച്ച് ആഡ് ചെയ്ത് കൊടുക്കുക. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഗരം മസാല, 1/2 ടീസ്പൂൺ അളവിലുള്ള ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കാം. അടുത്തതായി നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് 2 ടേബിൾ സ്പൂൺ മുഴുവനായിട്ടുള്ള പുളിയില്ലാത്ത തൈരാണ്. തൈര് താല്പര്യമില്ലാത്തവരാണെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള ലെമൺ ജ്യൂസോ അതല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ അളവിലുള്ള വിനാഗിരിയോ ചേർത്ത് കൊടുക്കാം. തൈര് കൂടി ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കിതെല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പം നമ്മുടെ ചിക്കൻ മാരിനേറ്റ് ചെയ്തു. ഇനി നമുക്ക് അരമണിക്കൂർ നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിവിടെ 4 ലേസ് പാക്കറ്റ് എടുത്തിട്ടുണ്ട്. കെച്ചപ്പിൻ്റെ ഫ്ലേവറുള്ള 4 ലേസ് പാക്കറ്റാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇത് മുഴുവനായിട്ടും ഒന്ന് പൊടിച്ചെടുക്കാം. ലേസ് മുഴുവനായിട്ടും നമ്മൾ മിക്സിയുടെ ചെറിയ ജാറിലിട്ട് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. ഫൈൻ പൗഡർ ആക്കരുത്, ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ മാത്രം മതി. മറ്റൊരു ബൗളിൽ നമ്മൾ 2 ടേബിൾ സ്പൂൺ അളവിലുള്ള മൈദയിലൂടെ അല്പം ഉപ്പ് കൂടി ഇട്ട് കൊടുത്ത് 1/2 ഗ്ലാസ് അളവിലുള്ള വെള്ളം കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഓരോ ചിക്കനായിട്ട് എടുത്തിട്ട് ഈ മൈദ ബാറ്ററിൽ നന്നായിട്ടൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമ്മുടെ ലേസ് ക്രംസിൽ നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കാം. 1 പീസ് നമ്മളിവിടെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തു. ഇതുപോലെ നമുക്ക് എല്ലാ ചിക്കൻ പീസസും കോട്ട് ചെയ്തെടുക്കാം. ചിക്കൻ പീസസ് മുഴുവനായിട്ടും നമ്മളിവിടെ നന്നായിട്ട് കോട്ട് ചെയ്തെടുത്തു. അതിനുശേഷം നമ്മളൊരു 15 മിനിറ്റ് നേരം ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെച്ചിരുന്നു. ഇനി നമുക്ക് ഈ ലേസ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. നമ്മുടെ ലേസ് ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടി ഇതാ ഓയിൽ ഇവിടെ നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഓയിൽ നന്നായിട്ട് ചൂടായതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വേണം ഇട്ട് കൊടുക്കാൻ. ചിക്കൻ ഓൾറെഡി കുക്ക്ഡ് ആണ്. ഇതിൻ്റെ മുകൾ ഭാഗം മാത്രമേ ഇനി കുക്കാകാൻ വേണ്ടി ബാക്കിയുള്ളൂ. ഒരു മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഈ ചിക്കൻ എല്ലാം ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. വീണ്ടും 1 മിനിറ്റ് കൂടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള വെറൈറ്റി ലേസ് ചിക്കൻ ഫ്രൈ ഇവിടെ തയ്യാറായി കഴിഞ്ഞു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. എൻ്റെ വീഡിയോകളും റെസിപ്പികളും നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാൻ ഇടുന്ന പുതിയ വീഡിയോകളുടെ നോട്ടിഫിക്കേഷനുകൾ നിങ്ങൾക്ക് അതാത് സമയത്ത് ലഭിക്കുകയുള്ളൂ. ഇൻഷാ അല്ലാ വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. ബൈ ബൈ.